കിഡീസ് മലയാളം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? അതുകൊണ്ടുള്ള വാക്കുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? എന്താ ആരും ഒന്നും പറയാത്തേ? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? നല്ല എനർജി ആയിട്ടിരിക്കുക, ഇങ്ങോട്ട് നോക്കിയിരിക്കട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിൽ? സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. ഇപ്പൊ നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നേ? സ്വരചിഹ്നങ്ങളാണ് അല്ലേ? അറിയാവോ കൂട്ടുകാർക്ക് സ്വരചിഹ്നങ്ങൾ എന്താണെന്നുള്ളത്? നമുക്ക് നോക്കിയാലോ? ശ്രദ്ധിച്ചിരിക്കണേ. എന്താ എഴുതിയിട്ടുള്ളത്? സ്വരചിഹ്നങ്ങൾ എന്നാണല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. നോക്ക്, സ്വരചിഹ്നങ്ങള് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കിയാലോ? സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം സ്വരചിഹ്നങ്ങൾ എങ്ങനെ എഴുതുന്നതെന്ന്. റെഡിയാണോ കൂട്ടുകാര്? നോക്കിയിരിക്കേ. നമുക്ക് ആദ്യത്തെ അക്ഷരം വ്യഞ്ജനാക്ഷരത്തിൽ കായ വെച്ചിട്ട് നമുക്ക് സ്വരചിഹ്നങ്ങൾ പഠിക്കാം. റെഡിയല്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. എന്തക്ഷരാ ഇത്? നോക്കിക്കേ, നമ്മൾ പഠിച്ചല്ലേ വ്യഞ്ജനാക്ഷരങ്ങളില് ആദ്യത്തെ അക്ഷരാണല്ലേ ഇത്. എന്താണ്? കാ. കായാണോ? അടുത്ത എന്താണ്? നമുക്ക് നോക്കാം സ്വരചിഹ്നം എങ്ങനെ എഴുതണേന്നുള്ളത്. കാ, കാ. ആ. കണ്ടോ? ഇങ്ങനെ ഒരു ദീർഘം ഇടുമ്പോ എങ്ങനെ വായിക്കും? ആ. നമ്മള് ആന്ന് എഴുതൂലേ? സ്വരാക്ഷരങ്ങളില് രണ്ടാമത്തെ അക്ഷരം ഇല്ലേടാ? ആ. അത് എഴുതുന്ന പോലാണ് കേട്ടോ ഇത്. ശ്രദ്ധിച്ചേ. കാ, കാ, കാ. കാ വെച്ചിട്ടൊരു വാക്ക് പറയാവോ കൂട്ടുകാര്? എന്താണ്? കാ വെച്ചിട്ടൊരു വാക്ക് പറഞ്ഞേ. കാക്ക. ശരിയാണ് കേട്ടോ. കാക്ക. സ്വരചിഹ്നാണ് ഇത്. ദീർഘം ഇടത്തില്ലേ? അതിനെന്താ പറയാ? സ്വരചിഹ്നം. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, കാ, കാ. അടുത്ത എന്താണ്? ആ, ആ. ഈ ആണല്ലേ അടുത്ത വരുന്നത്. അപ്പൊ എന്താണ്? കീ. കാ, കാ, കീ. ഈയുടെ വള്ളി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ എങ്ങനെ വായിക്കും? ഈ അല്ലേ? കാ, കാ, കീ. ഓർഡർ മനസ്സിലായോ കൂട്ടുകാർക്ക്? നമ്മൾ ഓൾറെഡി ആ, ആ, ഇ അങ്ങനെ എഴുതൂലേ? അതുപോലെ തന്നെയാ സ്വരചിഹ്നങ്ങൾ പഠിക്കുന്ന കേട്ടോ. കാ, കാ, കീ. ഓക്കെ അല്ലേ? കീ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? കീ വെച്ചിട്ട് കൂട്ടുകാർക്ക് അറിയോ വാക്കുകള്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. കീ വെച്ചിട്ടൊരു വാക്കൊന്ന് ഓർത്ത് നോക്കിക്കേ. കിളി. ആ, നമ്മളുടെ പക്ഷിക്കൊക്കെ പറയുന്ന വേറൊരു പേരാണല്ലേ? എന്താണ്? കിളി. ഓക്കെ അല്ലേ? നോക്കാം നമുക്ക്. കാ, കാ, കീ. അടുത്ത എന്താ വരിക? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ആ, ആ, ഇ, ഈ. അപ്പൊ എന്ത് വരും? കീ. ശ്രദ്ധിച്ചിരിക്കണേ. ശ്രദ്ധിച്ചിരുന്നില്ലേ മനസ്സിലാവൂല. കാ എഴുതിയിട്ട് കീ. നമ്മുടെ ഈ എഴുതൂലേ? അതിൻ്റെ ഉള്ളില് ഒരു ചുറ്റിക്കെട്ടിട്ടിട്ട് താഴേക്ക് വലിക്കുമ്പോ എന്താവും? ഈ. ഓക്കെ ആണോ? നോക്കിക്കേ, ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ. ഇതെന്താണ്? ഈ അക്ഷരം എന്താണ്? ആ. അപ്പൊ ഇതെന്താണ്? കാ. അടുത്ത നമുക്ക് നോക്കാം. ഇതെന്തക്ഷരാണ്? ആ. അപ്പൊ ഇതെന്താണ്? കാ. ശ്രദ്ധിച്ചിരിക്കണേ. നോക്ക്, കാ. അടുത്ത എന്താണ്? ആ, ആ, ഇ. ഈയുടെ ചിഹ്നം നമ്മൾ അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലേ? ശ്രദ്ധിച്ചിരുന്നേ. ഈയുടെ ചിഹ്നം നമ്മൾ മേളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത അക്ഷരം എന്താണ്? ഈ. എന്താ അത്? ഈ. അപ്പൊ അത് നമ്മൾ മേളിലോട്ട് എഴുതി എടുത്തിട്ടുണ്ടല്ലേ?
ഈ ഈയുടെ വള്ളിയാണ് മേളിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര വാക്കുകൾ നമ്മൾ പഠിച്ചു? സ്വരചിഹ്നങ്ങൾ എത്ര എണ്ണം പഠിച്ചു? കാ, കാ, കീ, കീ. ഓക്കെ അല്ലേ? നമുക്ക് ഇനി അതനുസരിച്ചിട്ടുള്ള ഓരോരോ വാക്കുകളും കൂടെ നോക്കിയാലോ? അപ്പൊ കൂട്ടുകാർക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കാ വെച്ചിട്ട് ആദ്യത്തെ വാക്ക് എന്തായിരുന്നു? കക്ക. കക്ക എന്ന് എഴുതുമ്പോൾ ദീർഘവും കാര്യങ്ങളും ഒന്നും വരുന്നില്ല അല്ലേ? അതിൽ ദീർഘം ഉണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെയാണ്? ക, കക്ക. അടുത്ത അക്ഷരം എന്തായിരുന്നു? ആ. അപ്പൊ മേളിൽ എങ്ങനെ വരും സ്വരചിഹ്നം? കാ അല്ലേ? കാ വെച്ചിട്ട് നമ്മൾ എന്ത് വാക്കായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കാക്ക. ശരിയാണോ? അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. ആ, ആ, ഈ. ഇത് എന്ത് സാധനം മേളിലിട്ടിരിക്കുന്നേ? എന്ത് സ്വരചിഹ്നാണത്? ഈയുടെ സ്വരചിഹ്നാണല്ലേ? നോക്കിക്കേ, ഈയുടെ സ്വരചിഹ്നം വരുമ്പോ എങ്ങനെ വായിക്കും? കീ. കീ വെച്ചിട്ട് നമ്മളൊരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, കൂട്ടുകാരെ ഓർക്കുന്നുണ്ടോ? കിളി. പക്ഷിക്ക് പറയുന്ന വേറൊരു പേരാണ് കിളി അല്ലേ? അടുത്ത എന്താണ്? അടുത്ത എന്താടാ? ഇവിടെ നോക്കിയേ, ഈ. ശ്രദ്ധിച്ചിരിക്ക, ഈ. അപ്പൊ നമ്മൾ മേളില് ഈ എഴുതിയിട്ട് ഒരു ചുറ്റിക്കെട്ടൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ വായിക്കും? കീ. കീ വെച്ചിട്ടൊരു വാക്ക് പറയാവോ? അറിയോ കൂട്ടുകാർക്ക്? കീ. കീടം. കീടമാണോ? ഓക്കെ ആണോ? പിന്നെ വേറെന്താ ഒരു വാക്ക്? കീരി. അങ്ങനെയൊക്കെ എഴുതുമ്പോഴത്തേക്കും നമ്മൾ ഈ ആണല്ലേ ഉദ്ദേശിക്കുന്നത്? ഈ. അപ്പോ നമ്മൾ ഈ ക്ലാസ്സിൽ എത്ര സ്വരചിഹ്നങ്ങൾ പഠിച്ചു? കാ, കാ, കീ, കീ. ഓക്കെ ആണോ? മനസ്സിലായോ കൂട്ടുകാർക്ക്? ഒന്നുകൂടെ നോക്കാം നമുക്ക്. ആ വരുമ്പോഴത്തേക്കും സ്വരചിഹ്നങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. രണ്ടാമത്തെ എന്താണ്? ആ. അപ്പൊ എങ്ങനെ വരും? കാ. നോക്ക്, ആ. അടുത്ത അക്ഷരം എന്താണ്? ഈ ആണല്ലേ? അപ്പൊ നമ്മള് വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈയുടെ വള്ളി അല്ലേ? കീ. അടുത്തത് ഈ. അപ്പൊ മേളിൽ എങ്ങനെ വായിക്കും? കീ. ഓക്കെ അല്ലേ? ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് സ്വരചിഹ്നങ്ങൾ പഠിച്ചെടുക്കാം കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. അടുത്ത നമുക്ക് നോക്കാം. കാ, കാ, കീ, കീ. അടുത്ത അക്ഷരം എന്താ വരിക? ആ, ആ, ഈ, ഈ. ഊ ആണല്ലേ വരുന്നത്? ഊ. അപ്പൊ നമുക്ക് എങ്ങനെ ഇവിടെ വരും? ആ, ശരിയാണ്, കൂ. കൂന്ന് വരും അല്ലേ? കൂന്ന് എങ്ങനെയാടാ എഴുതുന്നേ? കാ എഴുതി ഊടെ ചിഹ്നം ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ? ഇതങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ ഇതൊക്കെ മുമ്പ്? ഇങ്ങനൊരു ചിഹ്നം കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? ഊടെ ചിഹ്നാണിത്. കൂ. കൂ വച്ചിട്ട് ഒരു വാക്ക് പറയാവോ? കുട. ആ, ശരിയാണ് കേട്ടോ. അടുത്ത നമുക്ക് നോക്കാം. ഊ കഴിഞ്ഞിട്ട് ഊ. അപ്പൊ എങ്ങനെ വരും? കൂ. കൂ. കണ്ടോ? ഈ ഊടെ ഉള്ളില് ഒരു ചുറ്റിക്കെട്ടും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എങ്ങനെ വായിക്കും? കൂ. ഇതെന്താണ്? ഊ. ഊ, കൂ. കാ, കാ, കീ, കീ, കൂ, കൂ. അടുത്ത അക്ഷരം എന്താണ്? ഉ, ഊ. ഋ ആണല്ലേ? ഋ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. ഓർക്കുന്നുണ്ടോ കൂട്ടുകാര്? കു, കൂ, കൃ. ഋ വെച്ചിട്ട് എങ്ങനെ എഴുതുന്നേ? കാ എഴുതി കൃ. കണ്ടിട്ടുണ്ടോ ഇതൊക്കെ മുമ്പ്? കൃഷ്ണൻ, കൃപ, കൃപ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമ്മൾ എന്താ വെക്കുക? ഈ കൃ ആണ് അല്ലേ? ഋന്റെ ചിഹ്നാണല്ലേ ഇത്? കൃ. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചിരിക്ക. കു, കൂ, കൃ. അത്രയും ഓക്കെ ആണോ? സ്വരചിഹ്നങ്ങൾ നമ്മൾ എത്ര എണ്ണം പഠിച്ചു? കാ, കാ, കീ, കീ, കു, കൂ,
കിറു കിറു അങ്ങനെ വായിക്കും അല്ലേ? അടുത്ത അക്ഷരം എന്താ ആർക്കെങ്കിലും അറിയാവോ? കേ. ആ ശരിയാണ് കേട്ടോ, കേ ആണല്ലേ. കിറു കേ. എറു കഴിഞ്ഞ അടുത്ത അക്ഷരം അപ്പൊ എന്താ വരാ? ഏ. ഇത് വെച്ച് ഇങ്ങനെ പഠിച്ചാൽ മതിയടാ, അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. മനസ്സിലായോ? ട്രിക്ക് മനസ്സിലായോ? നമുക്ക് ഇത്രയും മതി ഈ ക്ലാസ്സിൽ. ഇത് നമുക്ക് പഠിക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് പോവാം കേട്ടോ. ശ്രദ്ധിച്ചേ കൂട്ടുകാര്. ആ വെച്ചിട്ടുള്ളത് നമുക്ക് ചിഹ്നങ്ങളൊന്നും വരുന്നില്ല, സ്വരചിഹ്നങ്ങൾ ഒന്നും തന്നെ വരുന്നില്ല. രണ്ടാമത്തെ എന്താണ്? ആ. അപ്പൊ എങ്ങനെ വായിക്കും? കാ. അടുത്ത എന്താണ്? ഈ. ഈയുടെ ചിഹ്നം എന്താണ്? വള്ളിയാണല്ലേ. ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീച്ചർ, ഇവിടെ വള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താണ്? ഈ. അപ്പൊ നമ്മള് ഇവിടെ എന്തിട്ട് കൊടുത്തിട്ടുണ്ട്? ഒരു ചുറ്റിക്കെട്ടിട്ട് താഴേക്ക് വലിച്ചിട്ടിട്ടുണ്ടല്ലേ. അപ്പൊ എങ്ങനെ വായിക്കും? കീ. അടുത്ത നമുക്ക് നോക്കാം. ആ ആ ഈ ഈ ഊ. ഊവിന്റെ ചിഹ്നാണ് കായുടെ കൂടെ ഇട്ടിട്ടുള്ളത്. അപ്പൊ എങ്ങനെ വായിക്കുക? കൂ. ആ കുട്ടി, കുട അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഈ ഊ ഉപയോഗിക്കും അല്ലേ? അടുത്ത അക്ഷരം എന്താണ്? കൂ. നോക്കിയേ, കൂ. ഊടെ ചിഹ്നം ഇങ്ങനെ, ഊടെ ചിഹ്നം ഇങ്ങോട്ട് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മള്. നോക്കിയേ, ശ്രദ്ധിച്ച് നോക്കിയേ, കണ്ടോ? അപ്പൊ എങ്ങനെ വായിക്കും? എങ്ങനെ വായിക്കും? കൂ കൂ. കണ്ടോ? അടുത്ത അക്ഷരം എന്താണ്? എറുവാണല്ലേ. എറു വെച്ചിട്ട് കൃ. കൃഷ്ണൻ, കൃപ അങ്ങനെയൊക്കെ നമ്മൾ എഴുതൂലേ. അപ്പൊ നമ്മൾ ഈ ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നേ. അടുത്ത എന്താണ്? ഏ ആണ്. എയുടെ ചിഹ്നം എങ്ങനെയാണ്? ഇത് കണ്ടോ? നമ്മൾ രായ എഴുതുന്ന പോലെ തിരിച്ചിങ്ങനെ ഇടുന്നതാണല്ലേ. കേ. മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞു തന്നോളാം. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതിയേ. അപ്പം നമുക്ക് ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ അല്ലേ? കാ കാ, കി കീ, കു കൂ, കിറു കേ. ഓക്കെ, ഇത്രയൊന്ന് 2 ലൈൻ ബുക്ക് എടുത്തിട്ട് ഒന്ന് എഴുതിയെടുക്കാവോ? എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും പഠിച്ചുകൊണ്ട് വരണേ. ഇത്രയും പഠിച്ചിട്ട് വേണം നമുക്ക് ഇത് വെച്ചിട്ടുള്ള വാക്കുകൾ പഠിക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയും ഉണ്ട്, സ്വരചിഹ്നങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് നമുക്ക് കേട്ടോ. അപ്പം നല്ല കുട്ടികളായിട്ട് വേഗം 2 ലൈൻ ബുക്കിലേക്ക് ഇവിടം വരെ ഒന്ന് എഴുതിയെടുത്തേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി സ്വരചിഹ്നങ്ങളായിട്ട് വരാം കേട്ടോ. ടീച്ചർ ചോദിക്കും. അപ്പം എന്തായാലും എൻ്റെ മക്കള് പഠിച്ചിട്ട് വരണം. ഓക്കെ.